സഹകരണമില്ല, അങ്ങനെയൊന്നും നമുക്ക് വിശ്വാസമില്ല. ആരും തകർക്കണില്ലല്ലോ. മന്ത്രിയാണ് പറഞ്ഞത്. മന്ത്രി പറഞ്ഞത് തന്നെ അത് മന്ത്രിനോടല്ലേ ചോദിക്കേണ്ടത്, അത് പിന്നോട് ചോദിക്കുന്നത്. മുസ്ലിം ലീഗ് ആരും തകർക്കണമെന്നുള്ള വിശ്വാസം നമുക്കില്ല. സമസ്തനെ ആരും തകർക്കും എന്നുള്ള വിശ്വാസവുമില്ല. സമസ്തനെ ഒരാൾക്കും തകർക്കാൻ പറ്റൂലേനും, ആർക്കും പറ്റും. ഇതൊക്കെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാലസ് മൈതാനം തെയോ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ആലോചിക്കുന്നത്. അത്രമാത്രം വാഹനങ്ങളാണ് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ അവിടെ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് വരുന്നെന്നുള്ള റിപ്പോർട്ട് ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് പരിപാടിയൊക്കെ. കർണാടക മുഖ്യമന്ത്രി പങ്കെടുക്കും, ഉപമുഖ്യമന്ത്രി പങ്കെടുക്കും, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കും. അങ്ങനത്തെ വലിയ സമ്മേളനമാണ്. പിന്നെന്താ, SKSFിൻ്റെ പക്കല്ലാത്ത വാക്കുകളൊന്നും വന്നിട്ടില്ലല്ലോ. വന്നിക്കണോ? അങ്ങനെ ഉണ്ടായിക്കണം. അപ്പൊ കൈവെട്ടുന്നൊന്നും പറഞ്ഞതാവില്ല. അത് ചില ആവേശം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തിന് പൊടിപ്പ് കൂട്ടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ഈ കാസർഗോഡ് നടന്ന പരിപാടിയിൽ ഞങ്ങൾ തന്നെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, സൂക്ഷ്മത പുലർത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവരെ പിന്തുണച്ചുകൊണ്ട് സമസ്തയിൽ നിന്ന് ഒരു വിഭാഗം രംഗത്ത് വരികയും ചെയ്തു. അതെ, അതാണ് അത് പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് പിന്തുണക്കുന്നതാണ്. അല്ലാതെ പിന്നെ ആ പറഞ്ഞ പ്രയോഗം ശരിയായി എന്നാവില്ലല്ലോ. അത് ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ടതാണ്. അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്. സൂക്ഷ്മത വേണമെന്നുള്ള ഒരു നിർദ്ദേശം അത് എപ്പോഴും കൊടുക്കണതല്ലേ. അതിപ്പോൾ സൂക്ഷ്മതാണെന്നുള്ളത് പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശം തന്നെ ഉണ്ടല്ലോ. അപ്പം അതനുസരിച്ചാണോ ഇപ്പോൾ ആളുകളൊക്കെ ജീവിക്കുന്നത്. അങ്ങനെ ഇവിടെ കുഴപ്പമുണ്ടാവില്ലോ. അത് തങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. മൊയ്നാലി തങ്ങൾക്ക് എന്നല്ല, ആർക്കും ഭീഷണി വരാൻ പാടില്ലല്ലോ. വന്നാലും ചിലപ്പോൾ ഇതിൽ പ്രതികരിക്കേണ്ടി വരും. തങ്ങൾ അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ. മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. മുസ്ലിം ലീഗ് സമസ്തയെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ ആരും സഹകരണമില്ല, അങ്ങനെയൊന്നും നമുക്ക് വിശ്വാസമില്ല. ആരും തകർക്കണില്ലല്ലോ. മന്ത്രിയാണ് പറഞ്ഞത്. മന്ത്രി പറഞ്ഞത് തന്നെ അത് മന്ത്രിനോടല്ലേ ചോദിക്കേണ്ടത്, അത് പിന്നോട് ചോദിക്കുന്നത്. മുസ്ലിം ലീഗ് ആരും തകർക്കണമെന്നുള്ള വിശ്വാസം നമുക്കില്ല. സമസ്തനെ ആരും തകർക്കും എന്നുള്ള വിശ്വാസവുമില്ല. സമസ്തനെ ഒരാൾക്കും തകർക്കാൻ പറ്റൂലേനും, ആർക്കും പറ്റും. ഇടക്കാലത്ത് വിഭാഗീയ പ്രവർത്തനം അത് വിഭാഗീയ പ്രവർത്തനമല്ല, അത് സമസ്തനെ ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണത്. എല്ലാവരും സമസ്തയിൽ ആവേശഭരിതരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തോന്നുകയാണത് വിഭാഗീയതാണ്. സോഷ്യൽ മീഡിയ എന്നുള്ളത് അത് നമ്മൾ വിട്ടാളുക, അതിന് നിയന്ത്രണമില്ലല്ലോ. അത് ആർക്കും എന്തും പറയാം, അത് വലിയ സംഭവമൊന്നുമല്ല. ജാമ്യ സമ്മേളനത്തിൽ നിന്നും സമസ്തയിൽ എന്നും പ്രാസംഗികരായിട്ടുണ്ടായിരുന്ന കുറെ ആളുകളെ മാറ്റി നിർത്തി എന്ന് പറയുന്ന ഒരു ആരോപണം വന്നിരുന്നല്ലോ. ഈ സമസ്തന്റെ സ്ഥാപനം തന്നെയുള്ളൂ പട്ടിക്കാട് ജാമ്യം. അല്ല, അതിപ്പോൾ അവരോട് ചോദിക്കണ്ടല്ലേ എന്ത് മാറ്റിയിരുത്തിയൊക്കെ. ഞാനിപ്പോൾ എന്തെങ്കിലും മറുപടി പറയാം. അതിനൊരു കമ്മിറ്റിയും കാര്യമൊക്കെ ഉണ്ടല്ലോ.